ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂമ്മോസ് പ്ലാന്റ്സിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഇന്ന് എൻ്റെ അമ്മൂമ്മയുടെ ചെടികളിൽ നിന്ന് ഗ്ലോക്സീനിയ എന്നുള്ളൊരു ചെടീനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഗ്ലോക്സീനിയ എന്ന ചെടി സാധാരണയായിട്ട് തണുപ്പുള്ള കാലാവസ്ഥയിലാണ് നന്നായിട്ട് വളരുന്നതും പുഷ്പിക്കുന്നതും. എന്നാൽ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏത് കാലാവസ്ഥയിലും വളർത്താൻ പറ്റും. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് ഏകദേശം ആഫ്രിക്കൻ വയലറ്റ് പോലെ വളർത്താൻ പറ്റുന്ന ചെടിയാണ്. ഇതിൻ്റെ പൂക്കൾ സിംഗിൾ ലെയർ ഫ്ലവർ, മൾട്ടി ലെയർ ഫ്ലവർ എന്നുണ്ട്. നമുക്ക് എൻ്റെ അമ്മൂമ്മയുടെ കുറച്ച് പൂക്കൾ കാണാം. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഗ്ലോക്സീനിയ എന്ന ചെടിയുടെ പ്രോപ്പഗേഷനെ പറ്റിയാണ്. പ്രോപ്പഗേഷൻ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഇല എങ്ങനെ പ്രോപ്പഗേറ്റ് ചെയ്യുമോ അതേ രീതിയിലാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇല മുറിച്ചെടുക്കണം. എപ്പോഴും രണ്ടാമത്തെ ലെയർ ഇലയാണ് എടുക്കേണ്ടത്. ഇല ചരിച്ച് കട്ട് ചെയ്യണം. എന്നിട്ട് ഇല നടുന്നതിന് വേണ്ടി നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് മിക്സാണ് ഉപയോഗിക്കേണ്ടത്. അതിന് ഇല സ്ലാൻഡിങ് ആയിട്ട് ഇലയുടെ തണ്ട് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഇലയുടെ അറ്റവും ഒന്ന് മുറിക്കണം. അതെന്തിനെന്ന് വെച്ചാൽ ഇല നടുമ്പോൾ ഇല വളരാതിരിക്കാനായിട്ടാണ്. ഇതിനു വേണ്ടി നല്ല നീർവാർച്ചയുള്ള പോട്ടിംഗ് മിക്സാണ് ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടി ആറ്റുമണൽ ഏറ്റവും നല്ലൊരു മീഡിയമാണ്. അതില്ലെങ്കിൽ നമുക്ക് കുറച്ച് ചകിരിച്ചോറ്, കുറച്ച് ഉമ്മി കിട്ടുമെങ്കിൽ, പിന്നെ കുറച്ച് മണലും കൂടെ ചേർത്തുള്ള മിശ്രിതത്തിൽ വേണം നടേണ്ടത്. ജൈവവളം ഒന്നും തന്നെ ഒരു വളവും ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. നട്ട് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ ഇല നട്ടതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കണം. കാരണം അത്
പിഴുതു പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യണത്. എന്നിട്ട് ഇലയുടെ ചുറ്റും ഒന്ന് ചെറുതായിട്ട് അമർത്തി കൊടുക്കണം. ഒരു ചെറിയ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കുഴൽ നീണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോ വേണം വെള്ളമെടുത്ത് വളരെ കുറച്ച് ഈ ഇലയുടെ ചുറ്റുമായിട്ട് ഒഴിച്ചു കൊടുക്കണം. അധികം വെള്ളം ഒഴിക്കാനും പാടില്ല. കാരണം ഇതിന് ചെറിയ കിഴങ്ങ് ആണ് ഇതിൻ്റെ വിത്തുകൾ. അത് വെള്ളം കൂടിയാൽ നശിച്ചു പോകാൻ ഇടയുണ്ട്. ഇനി ഇല ഞാൻ നട്ടു കഴിഞ്ഞു. നമുക്ക് ഇത് 2 മാസം മുമ്പ് നട്ട ഇലകളാണ് ഒന്ന് കാണാം. അതിൻ്റെ വളർച്ച ഒന്ന് കാണാം. ഒരില ഒന്ന് നിർത്തിപ്പോയത്. നമുക്ക് 2 മാസം മുമ്പ് നട്ട ചെടികളുടെ വളർച്ച എങ്ങനെയുണ്ട് എന്ന് ഒന്ന് നോക്കാം. 2 ഇലകളാണ് ഞാൻ നട്ടത്. അതിൽ ഒരു ഇല നല്ല ചെടിയായി നല്ല വളർച്ച കാണിക്കുന്നുണ്ട്. അതിൽ 2 പൂമൊട്ടും വന്നിട്ടുണ്ട്. മറ്റേ ഇല അധികം വളർച്ച കാണിക്കുന്നില്ല. അത് 2 ചെടി ഒരു പാത്രത്തിൽ വളരുന്നത് കൊണ്ടായിരിക്കും. ഇത് ഒരു പ്രാവശ്യം പൂത്ത ചെടിയാണ്. എന്തോ ഭാഗ്യം കൊണ്ട് ആ ചെടി എനിക്കിപ്പോഴും ഉണ്ട്. ഇതിൻ്റെ ഇലകളാണ് ഞാൻ ഈ പ്രോപ്പഗേഷന് വേണ്ടി നട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചെടിയിൽ വെള്ളമൊഴിക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ഇലകളിൽ വെള്ളം വീഴാനേ പാടില്ല. വളരെ കുറച്ച് വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ. 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തിലൊരിക്കൽ മാത്രം വെള്ളം ഒഴിക്കാം. അത് ഇലകൾ ചെറുതായിട്ട് ഒന്ന് പൊക്കിയിട്ട് ഇലയുടെ അടിയിലായിട്ട് വേണം മണ്ണിൽ വെള്ളം വീഴേണ്ടത്. അല്ലെങ്കിൽ ചെടി നശിക്കാൻ ഇടയുണ്ട്. ഇനി നമുക്ക് പൂക്കൾ കാണാം. അടുത്ത വീഡിയോയിൽ ഈ ഗ്ലോക്സീനിയയുടെ വിത്ത് സംരക്ഷിക്കുന്നത്, അതായത് കോൺ സംരക്ഷിക്കുന്നതും വളപ്രയോഗവും കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.